أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس آني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, നേതാക്കൾ, മുതഅല്ലിമുകൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടി ഓൺലൈൻ വഴി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ സ്നേഹജനങ്ങൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു വേളയിലാണ് നാം ഉള്ളത്. അതിനോട് അനുബന്ധിച്ച് നമ്മുടെ ഈ മഹത്തായ ദിക്റാ ദർസിൽ മർഹബ റമദാൻ എന്ന പേരിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്താണെങ്കിലും
വളരെയധികം അർത്ഥവത്തായ വാക്കുകൾ മുഖേന നമ്മുടെ ഈ മഹത്തായ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും നേതൃത്വമായ വന്യരായ അബൂ സുഫിയാൻ ഉസ്താദ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മഗ്രിബ് നിസ്കരിച്ച ഉടനെ നാം ഈ മഹത്തായ പരിപാടി വൈകാതെ നേരത്തെ തുടങ്ങാൻ കാരണം ഇൻഷാ അല്ലാഹ് ഒരു ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ ആത്മീയ നേതൃത്വം നൽകാൻ നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന സയ്യിദുന നൂറു സാദാത്ത് ബായാർ തങ്ങൾ ഉസ്താദ് ഇവിടെ എത്തിച്ചേരും. തങ്ങൾ ഉസ്താദ് ഇവിടെ എത്തിച്ചേരുന്നത് വരെ അല്പം സംസാരിക്കാൻ വേണ്ടിയാണ് എണീറ്റ് നിൽക്കുന്നത്. ഈ സദസ്സിൽ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ മദനി ഉസ്താദ് നമ്മുടെ ഇവിടത്തെ ലോക്കൽ ഭാഷയിൽ, ബ്യാരി ഭാഷയിൽ നമ്മോട് സംസാരിച്ചു. ഈ സദസ്സിൽ മലയാളികൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും അർത്ഥം മനസ്സിലാകണ വിധത്തിലാണ് ഉസ്താദ് ഇവിടെ സംസാരിച്ചത്. സാധാരണഗതിയിൽ ഞാനിവിടെ നക്കിണിക്ക് ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഈ സദസ്സിൽ മലയാളികളും കൂടി ഉള്ളതുകൊണ്ട് അവരെയും കൂടി പരിഗണിച്ച് മലയാളത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിശുദ്ധ റമളാൻ വെളിപ്പാടകലെ റജബ് കഴിഞ്ഞു. ശഅബാനിൽ ഏറ്റവും പ്രധാനമായ ബറാഅത്തിന്റെ രാവും ബറാഅത്ത് ദിനവും കഴിഞ്ഞു. ബറാഅത്ത് കഴിഞ്ഞാൽ പിന്നെ മുത്തുമുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ പ്രതീക്ഷിക്കുന്നത് വിശുദ്ധ റമളാനിനെയാണ്. ആ റമളാനിനെ പരിഗണിക്കുകയും മുഖവിലക്കെടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസി തീർച്ചയായും അവന് മഹത്തായ ഒരു വിജയമുണ്ട് എന്നതിൽ സംശയം ഇല്ല. അതേസമയം പരിശുദ്ധ റമളാനിനെ പരിഗണിക്കാതിരിക്കുകയും മുഖവിലക്കെടുക്കാതിരിക്കുകയും അവഗണിക്കുകയും മറ്റു മാസങ്ങളെപ്പോലെ റമളാനിനെ കാണുകയും ചെയ്യുന്നവർ തീർച്ചയായും അവർ രണ്ട് ലോകത്തും പരാജിതരാണ് എന്നതിൽ സംശയം ഇല്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുന്നത് കാണാം. ഒരിക്കൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഈദൽ മിമ്പർ, മിമ്പറിൽ കയറി മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട്, ആളുകളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചാലനാവുകയാണ്. ആ കൂട്ടത്തിൽ 3 തവണ ആമീൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 3 ആമീനുകളുടെ വശം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വമൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹ് എന്നായിരുന്നു. ഒരാൾക്ക് റമളാൻ എത്തുകയും ആ റമളാൻ മുഖേന അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ അവനെ കൊണ്ട് സാധിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹു തആല അവനെ അകറ്റി നിർത്തട്ടെ എന്ന പ്രാർത്ഥനയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയാൻ കാരണം എന്ന് തുടർന്ന് പറയുകയും ചെയ്തു. ഈ ഹദീസിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പരിശുദ്ധ റമളാനിന്റെ അജണ്ടകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ സാന്ദർഭികമായി, യാദൃശ്ചികമായി വന്നുപോകണ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അത് മുഴുവനും സൃഷ്ടാവായ റബ്ബിനോട് ഏറ്റുപറയുകയും ആ റബ്ബിൽ നിന്ന് അവന്റെ പാപങ്ങൾ മുഴുവനും അവന് പൊറുക്കപ്പെടാനുള്ള ശ്രമങ്ങൾ പരിശുദ്ധ റമളാനിലൂടെ അവൻ നിർവഹിക്കണം എന്ന മഹാസന്ദേശമാണ്
ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു. അല്ലെങ്കിലും ഒരു റമളാൻ അടുത്ത റമളാൻ വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, വറമളാനു ഇലാ റമളാന വകഫിറാത്തിൻ മാ ബൈനഹുന്ന എന്നാണ്. കഴിഞ്ഞ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ മുഴുവനും പൊറുപ്പിക്കുന്നതാണ്, പ്രായശ്ചിത്തം നൽകുന്നതാണ് ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള സമയം എന്ന് ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ റമളാനിനെ വേണ്ടതുപോലെ വരവേൽക്കാനുള്ള പ്രചോദനങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല റമളാൻ, റമളാൻ കടന്നു വന്നാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും അടക്കപ്പെടും. വിശുദ്ധ റമളാൻ കടന്നു വന്നാൽ അതാണ് സംഭവിക്കുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ രാവായാൽ, രണ്ടാൽ ഒരു നിലക്കാണ് റമളാനിന്റെ ആദ്യത്തെ രാവ് ഉണ്ടാവുക. നാളെ റമളാൻ ഒന്നാണെങ്കിൽ ഇന്ന് റമളാനിന്റെ ആദ്യത്തെ രാവാണ്. എങ്ങനെയാണ് റമളാനിന്റെ ആദ്യത്തെ രാവ് ഉണ്ടാവുക? ഒന്നിരിക്കലോ ബിറുഇയത്തിൽ ഹിലാലി, മാസം കാണലുകൊണ്ടാണ്. ശഅബാൻ 29 പകല് കഴിഞ്ഞിട്ടുള്ള രാത്രി മഗ്രിബിന് ശേഷം മാസം കണ്ടാൽ നാളെ റമളാൻ ഒന്നാകണതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റമളാനിന്റെ ഒന്നാമത്തെ രാവാണ്. ഒരു പക്ഷേ മാസം കണ്ടില്ല എങ്കിൽ ഇന്നത്തെ 29 കഴിഞ്ഞ് നാളത്തെ 30 കൂടി പൂർത്തിയാക്കിയിട്ട് നാളത്തെ രാത്രി റമളാനിന്റെ ഒന്നാമത്തെ രാവാണ്. ഏതായാലും അങ്ങനെ റമളാനിന്റെ ഒന്നാമത്തെ രാവായാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, സുഫിദത്തിശ് ശയാത്വീനു വമറദതുൽ ജിന്നി, പിശാചുക്കളെ മുഴുവനും അവിടുന്നതാ പിശാചുക്കളെ മുഴുവനും നിയന്ത്രിക്കപ്പെടുകയാണ്. മറ്റു മാസങ്ങളിലെ പിശാചുക്കളുടെ ശല്യം അത്രയധികമൊന്നും വിശുദ്ധ റമളാനിൽ ഉണ്ടാകൂല. ആ റമളാനിൽ പിശാചുക്കളെ ആദ്യത്തെ രാവിൽ തന്നെ നിയന്ത്രിക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ ഒരൊറ്റ വാതില് പോലും അടക്കപ്പെടാതെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുകയാണ്. നരകത്തിന്റെ വാതില് ഒരൊറ്റ വാതില് പോലും തുറക്കപ്പെടാതെ എല്ലാം അടക്കപ്പെടുകയാണ്. അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു റമളാനിന്റെ ആദ്യത്തെ രാവിൽ. റമളാനിന്റെ മാസം കണ്ടാൽ അല്ലെങ്കിൽ ശഅബാൻ മാസം പൂർത്തിയാക്കിയാൽ ആദ്യത്തെ രാവിൽ ആ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളാകണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. യഥാർത്ഥത്തിൽ ആ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളാകണം. അത് എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ സംസാരം പരസ്പരം കേൾക്കുന്നത് പോലെ കേൾക്കാൻ കഴിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഖൽബിലേക്ക് എത്തുന്നൊരു കേൾക്കലുണ്ട്. ഒന്നാമത്തെ രാവിൽ ഒരു ശബ്ദം മലക്കുകളങ്ങ് വിളിച്ചു പറയാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. ഖൈറിനെ തേടുന്ന മനുഷ്യ, നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ, മുന്നോട്ട് വായോ. അഖ്ബിൽ, നീ മുന്നോട്ട് വരണം. കാരണം നീ കാത്തിരിക്കുന്ന റമളാൻ ഇതാ വന്നിരിക്കുകയാണ്. കുറെ നല്ലത് ചെയ്യണമെന്ന് നീ ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ. ആ റമളാൻ ഇതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് അഖ്ബിൽ, മുന്നോട്ട് വാ എന്ന് മലക്ക് വിളിച്ചു പറയാണ്. റമളാനിന്റെ ആദ്യത്തെ രാവിൽ കുറെ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യ, പഴയതുപോലെയുള്ള തെറ്റൊന്നും ഇനി നടക്കില്ല. കാരണം റമളാനാണ് വരുന്നത്. ഇനിയും ആ തെറ്റ് നിർത്തൽ ചെയ്യാനായിട്ടില്ലേ നിനക്ക്? ഇനിയും നന്നാകണമെന്ന ആഗ്രഹം കൽബിൽ ഉദിച്ചിട്ടില്ലേ നിനക്ക്?
കൽബിൽ ഉദിച്ചിട്ടില്ലേ നിനക്ക്? എന്നാൽ അഖ്സിർ, നീ അതാ മാറി നിന്നോളണം, തെറ്റിൽ നിന്ന് മാറി നിന്നോളണം. കാരണം നല്ലൊരു മാസമാണ് വിശുദ്ധ റമദാൻ, ഒരു നല്ല മാസമാണ് കടന്നു വരുന്നത്. നല്ലൊരു മാസമാണ്. എല്ലാവരും സ്റ്റേജിൽ ഇരിക്കേണ്ടവർ തന്നെയാണ്. ഇതിലാരും എനിക്കിപ്പോ ഈ കാണുന്ന ഓരോരുത്തരും സ്റ്റേജിൽ ഇരിക്കണവർ തന്നെയാണ്. ആരും സദസ്സിലിരിക്കേണ്ടവരല്ല. സദസ്സിലിരിക്കേണ്ട ഞാനും കൂടി സ്റ്റേജിലായിപ്പോയി, എന്താ ചെയ്യാൻ? അപ്പൊ അതുകൊണ്ട് ആർക്കും അതിന്റെ പേരിൽ ഒന്നും വിഷമമുണ്ടാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ ആരും ഇവിടെ സ്റ്റേജ് പൂർത്തീകരിക്കാൻ വേണ്ടി വന്നവരല്ലല്ലോ. ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഇടം ലഭിക്കണം. അല്ലാഹുവേ, ഈ മുത്തുമോമിനീങ്ങൾക്ക്, ഈ ഇൽമിന്റെ മജ്ലിസ് സ്നേഹിച്ച്, ഈ ദർസിനെ സ്നേഹിച്ച് ഇവിടെ എത്തിയ മോമിനീങ്ങൾ, നീ അവർക്കും ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഇടം നൽകണേ അല്ലാഹ്. അവിടെ ഞങ്ങൾക്കൊക്കെ വലിയ ദർജ നൽകണേ അല്ലാഹ്. ഇപ്പോഴും എപ്പോഴും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ മാറി നിന്നോളണം. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയാണ്, പോരാ. ആ റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ മലക്കുകൾ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. ആ റമളാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു തആല എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതിനായിരിക്കണം എന്റെയും നിങ്ങളുടെയും റമളാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് നന്നാകാൻ പടച്ച റബ്ബ് എത്രയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെങ്കിലും ഒന്ന് നന്നായി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇനി ശൈത്താനിന്റെ പേര് പറഞ്ഞിട്ട് നന്നായിട്ടില്ല എന്ന് കരുതണ്ട, പറയണ്ട. അതുകൊണ്ട് റമളാനിലെങ്കിലും അല്ലാഹു തആല ശൈത്താനിനെ ഒരൽപ്പം നിയന്ത്രിക്കുകയാണ്. ശൈത്താനിന്റെ ശല്യത്തിൽ നിന്നൊരൽപ്പം ഒരു നിയന്ത്രണം വരുത്തുകയാണ്. എന്തിന്? ശൈത്താനിന്റെ ശല്യം കൊണ്ട് ഇവൻ നന്നാകാതിരിക്കണ്ട. എല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടാണ് പരിശുദ്ധ റമളാനിനെ അല്ലാഹു തആല നമ്മിലേക്ക് പറഞ്ഞു വിടുന്നത്. എന്തിനാണ്? എന്റെ അടിമകളൊന്നും നന്നാകാനാണ്. ആ എന്റെ അടിമകളുടെ ഖൽബിൽ അല്ലാഹുവിന്റെ ചിന്തയുണ്ടാകാനാണ്. അതിനാണ് സത്യവിശ്വാസികൾ കഴിവിന്റെ പരമാവധി റമളാനിനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, ആ പരിശുദ്ധ റമളാൻ അത് കേവലം നോമ്പിന്റെ മാസമല്ല, കേവലം ഖുർആൻ ഓത്തിന്റെ മാസമല്ല, കേവലം ദിക്റുകൾ ചൊല്ലുന്ന മാസമല്ല, നോമ്പ് തുറപ്പിക്കുന്ന മാസമല്ല. പിന്നെയോ റമളാൻ എന്ന് പറഞ്ഞാലോ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും നോമ്പാകണം. എന്തിനാണ്? കാര്യമായും റമളാനിൽ നമ്മൾ നോൽക്കുന്ന ഇബാദത്ത് നോമ്പാണ്. ആ റമളാനിലെ നോമ്പ് എന്തിനാണ്? നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് എന്തിനാണ് റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്? 11 മാസക്കാലം എന്ത് വേണമെങ്കിലും അല്ലാഹു തആല ഹലാലാക്കിയത് പകൽ കഴിക്കാം എന്ന് പറഞ്ഞ അല്ലാഹു തആല പരിശുദ്ധ റമളാൻ ഒരൊറ്റ മാസം പകൽ രാത്രി എന്ത് വേണമെങ്കിലും ഹലാലായത് കഴിച്ചോളൂ, കുടിച്ചോളൂ, പക്ഷേ പകൽ പറ്റൂല എന്ന് പറഞ്ഞു. എന്തിനാണത്? അല്ലാഹുവിന്റെ അടിമകൾ പകൽ പട്ടിണി കിടന്നിട്ട് പടച്ചറപ്പിന് എന്ത് കിട്ടാനാണ്? വെള്ളം കുറവുള്ള സമയം, വെള്ളം കുറവുള്ള സമയം ഹൗലിന്റെ അരികിൽ ഒരു എഴുത്ത് കാണാം, മറ്റു സമയത്തും കാണാം. ചിലപ്പോ വെള്ളം കുറഞ്ഞാൽ അപ്പൊ കാണാം വെള്ളം കുറവാണ്, മിതമായി ഉപയോഗിക്കുക. അപ്പൊ മിതമായി ഉപയോഗിക്കുക എന്ന് പറയുമ്പോ അതിനൊരു ന്യായം പറയാണ്, വെള്ളം കുറവാണ്. റമളാന് എന്തിനാണ് പകൽ ഒരു മാസം ഇങ്ങനെ നോമ്പ് പിടിക്കാൻ അള്ളാഹു പറയുന്നത്? അള്ളാന്റെ ഖജനാവെന്ന് ഭക്ഷണം കുറഞ്ഞിട്ടാ? അള്ളാന്റെ ഖജനാവെന്ന് പാനീയം കുറഞ്ഞിട്ടാ? അല്ല. അല്ലാതെ മുഅ്മിനീങ്ങളെ പട്ടിണിയിലാക്കിയിട്ട് അള്ളാഹുവിന് എന്തെങ്കിലും കിട്ടാനാണോ? അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അന്ന് പട്ടിണി കിടക്കാതെ പകൽ സമയത്തും ഭക്ഷണം കഴിച്ചത് കൊണ്ട് പടച്ചറപ്പിന് എന്തെങ്കിലും കുറവാകുമെന്ന് കരുതിയിട്ടാണോ? അല്ല. പകൽ സമയം നോമ്പ് നോക്കിയാൽ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ അടിമകളെ വേദനിപ്പിക്കുകയല്ലല്ലോ, അള്ളാഹുവിന്റെ അടിമകളെ പീഡിപ്പിക്കുകയല്ലല്ലോ, വിഷമിപ്പിക്കുകയല്ലല്ലോ.
അതല്ലേ ഖുർആൻ പറഞ്ഞത് നിങ്ങളോട് എന്തിനാണ് റബ്ബ് നോമ്പ് നോക്കാൻ പറഞ്ഞത്? ലഅല്ലകും തത്തഖൂൻ. ആ നോമ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് തഖ്വ കിട്ടാനാണ്, അല്ലാഹുവിന്റെ പേടി നിങ്ങളെ ഖൽബിൽ ഉണ്ടാകാനാണ്. ആ തഖ്വ കിട്ടാനാണ് നിങ്ങളോടും എന്നോടും നോമ്പ് നോക്കാൻ പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, കേവലം ഖൽബിൽ ഉണ്ടാകാനാണ്, ആ തഖ്വ കിട്ടാനാണ് നിങ്ങളോടും എന്നോടും നോമ്പ് നോക്കാൻ പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, കേവലം പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം തഖ്വ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കേവലം ദാഹിച്ച് അവശനായത് കൊണ്ട് മാത്രം അതാ തഖ്വ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. മറിച്ച് എന്താണ് വേണ്ടത്? എല്ലാ അർത്ഥത്തിലും നോമ്പ് നോൽക്കണം, എല്ലാ അർത്ഥത്തിലും നോമ്പ് നോൽക്കണം. നോമ്പ് പിടിക്കുമ്പോ നീയത്ത് ശരിയാകണം. എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത്? എന്നും രാത്രിയിൽ നീയത്ത് വെക്കണം. അതാണല്ലോ ശാഫിഈ മദ്ഹബ്. എല്ലാ ദിവസവും രാത്രിയിൽ സുബഹിക്ക് മുമ്പ് നീയത്ത് വെക്കണം. നാളത്തെ റമളാനിന്റെ നോമ്പിന്റെ നീയത്ത് എന്നും സുബഹിക്ക് മുമ്പ് നീയത്ത് വെക്കണം. അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് റമളാനിന്റെ ആദ്യത്തെ രാവിൽ, ഇന്ന് റമളാനിന്റെ ആദ്യത്തെ രാവാണെങ്കിൽ ഇന്നത്തെ രാവിൽ റമളാൻ ഒരു മാസം മുഴുവനും എല്ലാ ദിവസത്തിനുമുള്ള നോമ്പിന്റെ നീയത്ത് ഇന്ന് തന്നെ നിങ്ങൾ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെച്ചിട്ട് നാളെ രാത്രി നിങ്ങൾ വെക്കാതിരിക്കണ്ട. നാളെ രാത്രിയും വെക്കണം, എല്ലാ രാത്രിയും അതുപോലെ നോമ്പ് വെക്കണം. പക്ഷേ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ നിങ്ങൾ ഒരു മാസം മുഴുവനും എല്ലാ ദിവസത്തിനും നീയത്ത് വെക്കുന്നത് നല്ലതാണ്. എന്താ കാരണം? ചിലപ്പോ ഏതെങ്കിലും ഒരു രാത്രിയിൽ നീയത്ത് വെക്കാൻ മറന്നുപോയാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് റമളാനിന്റെ ആദ്യത്തെ രാവിൽ ഒരു മാസത്തിന് ഫുള്ളായി നീയത്ത് വെച്ചാൽ നോമ്പ് കിട്ടും എന്ന് മാലിക്കി മദ്ഹബിൽ ഉണ്ട്. അപ്പൊ ആ മദ്ഹബ് അനുസരിച്ച് നമുക്ക് നോമ്പ് കിട്ടാനാണ് അങ്ങനെ പറഞ്ഞു. അവിടെ തന്നെ പറയുന്നു, ഇനി എന്നും ഉച്ചക്ക് മുമ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ നീയത്ത് വെക്കാം. അതായത് എന്ന് പറഞ്ഞാൽ രാത്രി വെക്കണ്ടെന്നല്ല, അത് വേണം. ഇനി ഏതെങ്കിലും ഒരു രാത്രിയിൽ നോമ്പ് മറന്നാൽ സുബഹിയുടെ തുടക്കത്തിൽ അപ്പൊ നീയത്ത് വെക്കാം. ഇന്നത്തെ നോമ്പ് ഞാൻ കരുതുന്നു. എന്താ കാരണം? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് റമളാനിലെ നോമ്പിന് ഉച്ചക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ മതി എന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് നോമ്പ് കിട്ടാനാണ്. പക്ഷെ അങ്ങനെ മാലിക്കി മദ്ഹബ് അനുസരിച്ചും അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചും നീയത്ത് വെക്കുമ്പോ അതാത് ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യണം എന്നും കൂടി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, അങ്ങനെ നോമ്പിങ്ങനെ നോക്കുമ്പോ കേവലം പട്ടിണിയല്ല ലക്ഷ്യം, കേവലം ദാഹിച്ച് അവശനാകലല്ല ലക്ഷ്യം. പിന്നെയോ ലക്ഷ്യം എന്താണ്? തഖ്വയാണ്. ആ തഖ്വ കിട്ടണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഗീബത്ത് പറയാത്ത നോമ്പാകണം. അതുകൊണ്ടാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, മനുഷ്യാ, നിന്റെ നോമ്പ് കേവലം ഭക്ഷണം കഴിക്കാത്ത നോമ്പാകരുത്, വെള്ളം കുടിക്കാത്ത നോമ്പാകരുത്. ഇദാ സുംത, നീ നോമ്പ് നോക്കുകയാണെങ്കിൽ ഫൽയസും സംഉക വബസറുക വലിസാനുക, നിന്റെ കാതും കൂടി നോമ്പ് നോക്കട്ടെ, നിന്റെ നാവും കൂടി നോമ്പ് നോക്കട്ടെ, നിന്റെ കണ്ണും കൂടി നോമ്പ് നോക്കട്ടെ. എന്തിനെ തൊട്ടാണ് കാതും കണ്ണും അതുപോലെ തന്നെ നാവും നോമ്പ് നോൽക്കേണ്ടത്? അനിൽ കദിബി, കള്ളം പറയുന്നതിനെ തൊട്ട്. നോമ്പ് പിടിച്ചിട്ട് പച്ചക്കള്ളം പറഞ്ഞാൽ ആ നിന്റെ പട്ടിണിയുടെ കിടത്തോ സൃഷ്ടാവായ റബ്ബിന് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ റമളാനിൽ പ്രത്യേകിച്ച് നുണ പറയരുത്, കള്ളം പറയരുത്. ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം, അതുപോലെ ജോലിക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം, ആരായാലും ശ്രദ്ധിക്കണം. റമളാനിൽ നോമ്പ് പിടിച്ചിട്ട് പ്രത്യേകിച്ച് കള്ളം പറയരുത്, ഒരു സമയത്തും കള്ളം പറയരുത്. റമളാനിൽ പ്രത്യേകിച്ച് കള്ളം പറയരുത്. അന്ന് നാവിനെ സൂക്ഷിക്കണം കള്ളം പറയുന്നതിനെ തൊട്ട്. ഇതുപോലെ വൽ മഹാരിമി, അതേ പടച്ചറബ് നിഷിദ്ധമാക്കിയതിൽ നിന്ന് അതേ കണ്ണിനെ റമളാനിൽ സൂക്ഷിക്കണോ, അതുപോലെ തന്നെ കാതിനെ സൂക്ഷിക്കണോ. കാതുകൊണ്ട് ഹറാം കേട്ടുകൂടാ, കാതുകൊണ്ട് ഹറാം കേട്ടുകൂടാ, കണ്ണുകൊണ്ട് ഹറാം കണ്ടുകൂടാ. അത് റമളാനിൽ നോമ്പ് പിടിച്ചിട്ട് തഖ്വ കിട്ടണമെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പറഞ്ഞതിന് ശേഷം ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, വദഅ അദൽ ജാർ,
മനുഷ്യ, റമദാനിൽ നോമ്പ് പിടിച്ചിട്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നത് സൂക്ഷിക്കണം. റമദാനിൽ പകൽ സമയം നോമ്പ് നോൽക്കുന്നു, രാത്രി തറാവീഹ് നിസ്കരിക്കുന്നു, എന്നിട്ടോ അയൽ വീട്ടുകാരനെ ശല്യം ചെയ്യുകയാണ്, അയൽവാസികളെ വേദനിപ്പിക്കുകയാണ്. വേണ്ട, റമദാനിൽ നോമ്പ് നോക്കിയിട്ട് അയൽവാസികളെ ശല്യം ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം പറഞ്ഞതിന് ശേഷം ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാ. നിന്റെ നോമ്പിന്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആകരുത് കേട്ടോ. നിന്റെ നോമ്പിന്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആകരുത് കേട്ടോ എന്ന് സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വേണം എന്നാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ നോമ്പിന്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും അത് ഒരിക്കലും ഒരുപോലെ ആകാൻ പാടില്ല, രണ്ടും വളരെ വ്യത്യസ്തമായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. ആ റമളാനിനെ വരവേൽക്കുന്ന ഒരു സത്യവിശ്വാസി, റമളാനിനെ കൊണ്ടവൻ ആഗ്രഹിക്കുന്നത് തഖ്വയാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മുൻഗാമികളായ മഹാന്മാർ പരിശുദ്ധ റമളാന് വരുന്നതിന്റെ 6 മാസങ്ങൾ മുമ്പ് തന്നെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അയ്യുബല്ലിഗഹും ശഹ്റ റമളാൻ, റമളാനിനെ ഒന്ന് എത്തിച്ചു തരണേ അല്ലാ. ഞാനും നിങ്ങളും റജബ് വന്നാലല്ലേ തുടങ്ങുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ്. എന്നാലോ സലഫു സ്വാലിഹീങ്ങളില്ലേ, മുൻഗാമികളായ മഹാന്മാരില്ലേ, അവരെല്ലാം റമളാൻ വരുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ റമളാനിനെ എത്തിച്ചു തരാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പോരാ, റമളാന് വിട പറഞ്ഞാലോ, റമളാന് കഴിഞ്ഞിട്ട് 6 മാസങ്ങളോളം അയ്യതഖബ്ബലഹു മിൻഹു, ആ മുൻഗാമികളായ മഹാന്മാർ അല്ലാഹുവിനോട് റമളാനിൽ അവർ ചെയ്ത ഇബാദത്തുകൾ മുഴുവനും അത് പടച്ച റബ്ബ് സ്വീകരിച്ച് കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ റമളാനിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അതിനാണ് റമളാന് മുന്നൊരുക്കോ, റമളാന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുഹൃത്തുക്കളെ, റമളാന് മാസവും അല്ലാത്ത മാസവും ഒരുപോലെ ആകരുത്. എന്റെ യുവാക്കളോട് ഞാൻ പറയാണ്, യുവാക്കൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഒരു ടീം ഉണ്ടാക്കണം. റമളാനിൽ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കണം. റമളാനിൽ സ്പെഷ്യൽ നോമ്പില്ലേ, റമളാനിൽ സ്പെഷ്യൽ തറാവീഹ് നിസ്കാരമില്ലേ, എന്നാൽ അതുപോലെ റമളാനിൽ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കണം. എന്തിനാണ് ആ ടീം? യുവാക്കൾ റമളാനിൽ പ്രത്യേകിച്ച് പള്ളിയുടെ പരിസരത്ത് കാണണം, പള്ളിയുടെ ഉള്ളിൽ യുവാക്കളെ കാണണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, ഓരോ നാട്ടിലും അങ്ങനെ ഒരു ടീം ഉണ്ടാകണം, റമളാനിലെ യുവാക്കളുടെ പ്രത്യേകമായ ടീം. എന്തിനാണ് ആ ടീം കൊണ്ടുള്ള ലക്ഷ്യം? മടിപിടിക്കലല്ല, ഫിത്ന ഉണ്ടാക്കലല്ല, ഫസാദ് ഉണ്ടാക്കലല്ല, നല്ലത് നടക്കുന്നതിനെ മുടക്കാനല്ല. പിന്നെയോ റമളാനിൽ യുവാക്കളെ മുഴുവനും പള്ളി പരിസരത്ത് കാണാനാണ്, പള്ളിയുടെ ഉള്ളിൽ കാണാനാണ്. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് മാതൃക കാണിച്ച സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ റമളാൻ വന്നാൽ യുവാക്കളായ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടും. അന്നത്തെ മഹത്തുക്കളായ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടും. ഒരിക്കൽ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട്, റമളാനിന്റെ ആദ്യത്തെ രാവാണ്, നാളെ റമളാനിന്റെ ആദ്യത്തെ പകലാണെങ്കിൽ ഇന്നത്തെ രാത്രി, അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു വന്നു നോക്കുമ്പോൾ പള്ളിയിൽ മുഴുവനും വിളക്ക് കത്തിക്കുകയാണ്. പള്ളിയിൽ മുഴുവനും വിളക്കാണ്, വെളിച്ചമാണ്. മാത്രമല്ല ആ പള്ളിയുടെ ഉള്ളിൽ യുവാക്കളെല്ലാവരും ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഞങ്ങളെ എല്ലാ പള്ളികളും അങ്ങനെയാകണം. കാർപ്പറ്റിന്റെ കട്ടി കൂടിയാ പോരാ, എസിയുടെ എണ്ണം കൂട്ടിയിട്ട് മത്സരിച്ചാ പോരാ. പിന്നെ റമളാനിൽ ഞങ്ങളെ ഓരോ മഹല്ലത്തുകളിലെയും പള്ളികൾ വെളിച്ചമുള്ള പള്ളികളാകണം. അതിനു പുറമെ റമളാനിൽ ഫുള്ളായി യുവാക്കൾ പള്ളിയിൽ കുത്തിയിരുന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യണം. ആ ഖുർആൻ ഓതുന്ന ശബ്ദം റമളാനിലെ പള്ളികളിൽ നിന്ന് കേൾക്കാൻ കഴിയണം, പരിസരത്തുള്ള വീട്ടുകാർക്ക് കേൾക്കാൻ കഴിയണം.
അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. യുവാക്കളുടെ ടീം എപ്പോഴും ആവശ്യമാണ്. ഇതിനർത്ഥം യുവാക്കൾ മാത്രം മതി എന്നല്ല, പ്രായമുള്ളവരും ആ ടീമിൽ ചേരണം. ഇല്ല നിങ്ങൾ ബാലക്കാരങ്ങ് മാത്രം നിങ്ങൾ ബേസരങ്ങ് ആവാല, നിങ്ങൾക്ക് ഒത്തുപോകേണ്ട സമയമില്ല, അങ്ങനെ പറയാൻ പറ്റൂല. പ്രായമുള്ളവരെയും കൂട്ടണം, യുവാക്കളെയും കൂട്ടണം. ലക്ഷ്യം ഒന്നാണ്. എന്താണ് ആ ടീമിന്റെ ലക്ഷ്യം? അതാത് മഹല്ലിലെ ആ ടീമിന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമുണ്ടാക്കാനല്ല, ഭിന്നിപ്പുണ്ടാക്കാനല്ല, തകരാറുണ്ടാക്കാനല്ല, നല്ലത് ഇല്ലാതാക്കലല്ല, പിന്നെ ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും അഭിപ്രായം പറഞ്ഞു നടക്കലും അങ്ങനെയല്ല. പിന്നെന്താണ് അതിന്റെ ലക്ഷ്യം? ആളുകളെല്ലാരെയും പുരുഷന്മാരെ മുഴുവനും പള്ളിയോട് അടുപ്പിക്കുക, എന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ നിരന്തരം ഖുർആൻ ഓതിപ്പിക്കുക. എന്തൊരു രസം! ആ ടീം ഉണ്ടാക്കിയ മഹാനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു വന്നു നോക്കുമ്പോൾ പള്ളിയിൽ മുഴുവനും വെളിച്ചമാണ്. റമളാനിന്റെ ആദ്യത്തെ രാവിലാണ്, പള്ളിയിൽ മുഴുവനും വെളിച്ചമാണ്. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പള്ളിയിൽ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അലി റളിയല്ലാഹു അൻഹു അവിടെ ഇങ്ങനെ നോക്കുകയാണ്, ആരാണ് ഇതിന്റെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നത്? അന്നത്തെ യുവാക്കളുടെ ആവേശമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് എന്തൊരു സന്തോഷമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അരികിൽ ചെന്നിട്ട് അവിടുന്ന് അഭിനന്ദിക്കുകയാണ്. ഒരു നല്ല കാര്യത്തിന് നേതൃത്വം നൽകുമ്പോൾ അഭിനന്ദിക്കലല്ലേ വേണ്ടത്? ഈമാനുള്ള ജനങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അല്ലാതെ അസൂയ കാണിക്കലാണോ? അസദ് വെച്ച് നടക്കലാണോ? അതേ ഉൾപോര് വെച്ച് നടക്കലാണോ? അതേ മനസ്സിന്റെ ഉള്ളിൽ ചൊരിച്ചിൽ വെച്ച് നടക്കലാണോ? അല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അരികിൽ ചെന്നു. അല്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങളാണോ ഇതിന്റെ മുന്നിൽ നേതൃത്വം നൽകുന്നത്? അത് ശരി, വെറുതെ അല്ല പള്ളിയിൽ ഇത്രയും യുവാക്കൾ കൂടിയിട്ട് വെളിച്ചം കത്തിച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നത് നിങ്ങളല്ലേ ഇതിന്റെ മുന്നിലുള്ളത്? എന്നാൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദുആ അങ്ങ് പാസാക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. നബ്ബറല്ലാഹു ലക യ ഇബ്നുൽ ഖത്താബ് ഫീ ഖബ്രിക കമാ നബ്ബർത മസാജിദല്ലാഹി ഫിൽ ഖുർആൻ. ഓ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങളതാ അല്ലാഹുവിന്റെ പള്ളിയെ ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിച്ചില്ലേ? ഏറ്റവും വലിയ പ്രകാശം അതാണ്. അതിന് ഏറ്റവും നല്ല സമയമാണ് യുവാക്കളെ റമളാൻ. അല്ലാതെ പള്ളിയുടെ വലിപ്പം കൂട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ജൂമർ ലൈറ്റിന്റെ വലിപ്പം കൂട്ടിയിട്ട് കാര്യമില്ല. പള്ളിയുടെ വലിപ്പം കൂട്ടുന്നതിന് പരസ്പരം മത്സരിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ അവിടെ എന്താണ് വേണ്ടത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഒരൊറ്റ ദുആയാണ്. എന്താണ് ദുആ? ഓ നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയെ ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിച്ചുവല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ. എന്നാൽ അല്ലാഹു തആല നിങ്ങളെ ഖബറിൽ അല്ലാഹു തആല നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. പറയട്ടെ യുവാക്കളോട്, ആരുടെ ദുആയാണിത്? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ദുആയാണ്. ആ ദുആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മാത്രമല്ല, ഇന്നും റമളാൻ വരുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നിട്ട് റബ്ബിന്റെ പള്ളിയെ പരിശുദ്ധ ഖുർആൻ നിരന്തരം ഓതിയിട്ട് പ്രകാശിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന യുവാക്കളുണ്ടോ? കേരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരുണ്ടോ? അവർക്കിപ്പോഴും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ലഭ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് റമളാൻ 3 കാര്യങ്ങൾ അധികരിപ്പിക്കണം എന്ന് മഹാന്മാർ പറഞ്ഞു. റമളാനിൽ അധികരിപ്പിക്കേണ്ടുന്ന 3 കാര്യം, എല്ലാ നല്ലതും അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് 3 കാര്യം. അതിൽ ഒന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അധികരിപ്പിക്കണം. ഖുർആൻ ഓതിയാ പോരാ, ധാരാളം ഖുർആൻ ഓതണം. മറ്റു മാസങ്ങളിൽ ഓതുന്നതിനേക്കാളും കൂടുതൽ റമളാനിൽ ഖുർആൻ അധികരിപ്പിക്കണം, അധികരിപ്പിക്കണം. 2, ധാരാളം സ്വതക്കകൾ ധാരാളം കൊടുക്കണം. സ്വതക്ക കൊടുക്കുന്നതിന് കുറക്കാൻ പാടില്ല. എപ്പോഴും സ്വതക്ക കൊടുക്കുന്നു, റമളാനിൽ പ്രത്യേകിച്ച് സ്വതക്ക കൊടുക്കണം, അധികരിപ്പിക്കണം. സ്വതക്ക കൊടുക്കലല്ല, അധികരിപ്പിക്കലാണ്. റമളാൻ കാത്തിരിക്കുകയാണ്. ചില ആളുകൾ സ്വതക്ക കൊടുക്കാനും വേറെ ചില ആളുകൾ സ്വതക്ക വാങ്ങാനും, രണ്ടും കാത്തിരിക്കും. അങ്ങനെയാണ് റമളാന്റെ കണക്കന്നെ. അങ്ങനെയാണ്. ചില ആളുകൾ സ്വതക്ക വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു, വേറെ ചില ആളുകൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. വേറെ ചില ആളുകളുണ്ട് ഈ സ്വതക്ക കൊടുക്കുന്നതിന് എങ്ങനെങ്കിലും മുടക്കിക്കളയണം എന്ന് ചിന്തിക്കുന്ന ചില മുടക്കികളുണ്ട്. അതിന് എന്തെങ്കിലും ഒരു ഖൈറായ ന്യായം ആ നാട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്ന് കണ്ടാൽ അവരെക്കാൾ വലിയ മന്നാഉൻ ലിൽ ഖൈരി, ഖൈറിനെ മുടക്കുന്നവർ ആരാണ്? എന്താ കാരണം? റമളാനിൽ വരുമ്പോ സ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങുന്ന, സ്ഥാപനം നടത്തുന്ന ആളുകളുണ്ടാവും. റമളാനിൽ മുതഅല്ലിമുകൾ
അവർ ദർസിൽ ഓതി പഠിക്കുന്ന മുതഅല്ലിമുകൾ, സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾ, അവർക്ക് ഉറുദി പറഞ്ഞിട്ട് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ മുതഅല്ലിമായി പഠിക്കുന്ന സമയത്ത് റമളാനിൽ പോലും തറാവീഹിന് ശേഷം ഓരോ പള്ളിയിൽ പോയി പ്രസംഗിച്ച് പഠിച്ചതാണ്. അന്ന് പ്രസംഗിച്ചപ്പോൾ പുറത്തൊരു മുസല്ല വിരിക്കും. ആ മുസല്ലയിൽ ഓരോരുത്തരും പൈസ ഇടും. ചില ആളുകൾ കയ്യിൽ തന്നെ, വലിയ പൈസ ആണെങ്കിൽ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തരും. എന്തിന്? ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ്. അങ്ങനെയാണ്. അതേ സമയത്ത് ഇപ്പൊ ചില ആളുകൾ തുടങ്ങും, ചിലപ്പോ പുറത്ത് തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കും, മുതഅല്ലിമീങ്ങ കൂടെ ഒന്നും ഉറുദിക്ക് ചാൻസ് ഇല്ല. അങ്ങനെ സ്ഥാപനത്തങ്ങ കലക്ഷൻ കാറും ഇപ്പറ ബന്ധനമേ വേണ്ട. അങ്ങനെയാണ്. അതിനെന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിൽ തരക്കേടില്ല. ഞാൻ ഒറ്റയടിക്ക് ഇതിനെ ആക്ഷേപിക്കുകയല്ല. ചില നാട്ടിൽ അതിനേക്കാൾ ഹൈറായ ന്യായങ്ങൾ ചിലപ്പോൾ വേറെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ന്യായമില്ലാതെ എവിടെയെങ്കിലും ഒട്ടിച്ചത് കണ്ട് നമുക്ക് ഈ അങ്ങനത്തെ തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ കൂടിയിട്ട് ഒരു തീരുമാനം, സുബ്ഹാനല്ലാഹ്, ഖൈറിനെ മുടക്കുന്ന തീരുമാനം അല്ലാതെ വേറെ തീരുമാനം. ഒരു മുതഅല്ലിമിന് ഉറുദി പറഞ്ഞിട്ട് ഒരു 500 രൂപ കിട്ടിയിട്ട് അടുത്ത കൊല്ലം ദർസ് പുതിയ കിതാബ് വാങ്ങാൻ ഒരു പൈസ കിട്ടിയാൽ അതിനെ മുടക്കാന്നല്ലാതെ, ഒരു സ്ഥാപനത്തിന്, ഒരു നാട്ടിലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ സ്വതക്ക ഒരു സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ ആ സ്ഥാപനം ഉയർത്താനും വളർത്താനും കഴിയും. അവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ എണ്ണം കൂട്ടാനും കഴിയും. എങ്കിൽ അതിനെ മുടക്കാന്നല്ലാതെ വേറെ എന്ത് ഖൈറാണ്? ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് ഞാൻ ആക്ഷേപിക്കുകയല്ല. മറിച്ച് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരു 10 തവണ ആലോചിച്ചിട്ട് വേണം മഹല്ല് കമ്മിറ്റിക്കാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആ തീരുമാനമെടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും ഉചിതമായ അറിവ് സാന്ദർഭികമായ അറിവായതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഏറ്റവും അധികരിപ്പിക്കേണ്ട കാര്യം സ്വതക്കകൾ ധാരാളം അധികരിപ്പിക്കലാണ്. ആ സ്വതക്കകൾ അധികരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് നോമ്പ് തുറപ്പിക്കുക. ഞാൻ എന്റെ ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, നോമ്പ് ഉമ്മമാരെ കൂടുതലുണ്ടാവും. ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്തുണ്ടാകും, അടുപ്പത്തുണ്ടാകും, വിറക് വെച്ച് കത്തിക്കണ അടുപ്പുണ്ടാകും. അവിടെയൊക്കെ ശ്രദ്ധിക്കണം, പുക ഉണ്ടാവും. ആ പുക വരുമ്പോ മെല്ലെ വായ തുറന്നിട്ട് പുകനെ ഉള്ളിലേക്ക് ആക്കുക, വയറ്റിന്റെ ഉള്ളിൽ പാടില്ല. മനഃപൂർവ്വം ചെയ്താൽ നോമ്പ് മുറിയും. അതേസമയത്ത് മനഃപൂർവ്വം അല്ല, യാദർച്ഛികമായി ഉള്ളിലേക്ക് പോയതാണ് എന്നാ നോമ്പൊന്നും മുറിയില്ല. മനഃപൂർവ്വമാണെങ്കിൽ മുറിയും. അതൊക്കെ ഉമ്മമാർ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് കഴിവുള്ളവർക്ക് നിർബന്ധമാണ് നോമ്പ്. എന്നാ ചില വീട്ടില് പ്രായമുള്ള ഉപ്പമാരുണ്ടാകും, പ്രായമുള്ള ഉമ്മമാരുണ്ടാകും, അവർക്ക് രോഗമുണ്ടാകും. അവർ നോമ്പ് പിടിച്ചാൽ അവരുടെ ശരീരത്തിന് നാശം വരുമെന്നത് ഉറപ്പാണ്. ഡോക്ടർമാർ, നിപുണന്മാരായ ഒരു ഡോക്ടറല്ല, എല്ലാ ഡോക്ടർമാരും പറയുന്നത് നിങ്ങളെ തടിക്ക് നോമ്പ് പിടിക്കാല. അങ്ങനെ പറയാം. എന്താ പറഞ്ഞാൽ നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല, നോമ്പ് നോച്ചാൽ അപകടം വരും. എങ്കിൽ എന്താ കാരണം? അയാൾക്ക് പ്രായം അത്രയും കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത രോഗമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ പറയും, മരുമക്കൾ പറയും, നിങ്ങൾ നോമ്പ് ഇപ്പൊ നോക്കട വേണ്ട, നിങ്ങൾ നോക്കിറാറല്ലേ, പണ്ട് നോക്കിറാറല്ലേ, ഇപ്പൊ നോക്കണം, നിങ്ങൾക്ക് തീർന്നല്ലേ, നിങ്ങൾക്ക് നോക്കണോട്ടില്ലല്ലേ എന്ന് പറയുമ്പോഴും ചിലപ്പോ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും വാശി പിടിച്ചിട്ട് നോമ്പിടിക്കും. എന്നിട്ട് അവസാനം നോമ്പിടിച്ച മക്കള്, നോമ്പിടിച്ച മരുമക്കൾ പാവം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോലെ തന്നെയാണ് പണി. എന്തേ? നോമ്പിടിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. പാടില്ല. അവിടെ ഒരിക്കലും കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണോ എങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന് നാശം വരുമെന്നത് ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കാതിരിക്കൽ നിർബന്ധമാണ്. നോമ്പ് നോക്കിയാൽ കുറ്റം കിട്ടും, അതാണ് അതിന്റെ അർത്ഥം. കാരണം ശരീരത്തെ നശിപ്പിക്കലാണ്, മനഃപൂർവ്വം ശരീരത്തെ നശിപ്പിക്കലാണ്. അതുകൊണ്ടാണ് യജിബുൽ ഫിതുറു, അവിടെ അത്തരക്കാർക്ക് നോമ്പ് നോക്കാതിരിക്കൽ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഗർഭിണികൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മ, അവർ നോമ്പ് പിടിച്ചാൽ കുട്ടിക്ക് തകരാറ് വരുമെന്ന് ഉറപ്പുണ്ടോ? കുട്ടിക്ക് പാലുണ്ടാവൂല എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഉണ്ടാവൂന്നല്ല, ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പുണ്ടോ? എന്നാ പിന്നെ അവരും നോമ്പ് നോക്കാതിരിക്കലാണ് വേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളാണ്. എന്നാൽ ആ റമദാനിൽ അധികരിപ്പിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്ന് ഞാനിവിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം അധികരിപ്പിക്കണം. മറ്റൊന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വതക്ക ധാരാളം അധികരിപ്പിക്കണം. ആ സ്വതക്ക അധികരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് മഹാന്മാർ പറഞ്ഞു, മനുഷ്യ നോമ്പ് തുറപ്പിക്കുന്ന പരിപ്രവണത വേണം. മറ്റുള്ളവരെ വീട്ടിലൊക്കെ പോയിട്ട് നോമ്പ് തുറക്കാൻ പോകുന്ന ഭയങ്കര ഉഷാറാണ്. അതാണ് നോമ്പ് എന്റെ വീട്ടിലെ നോമ്പ് തുറപ്പാട്ടെ, എന്റെ ആരെ കണക്കില്ല നോമ്പ് തുറപ്പാട്ടെ. എന്റെ പള്ളിയിൽ ബിരിയാണി ഉണ്ടാലാ, അപ്പൊ ഉമ്മ വേഗം മക്കളെ കടത്തരെ പോല പള്ളി പോലാ, എന്റെ ഔത്തിൽ നിൽക്കണ്ട നോമ്പ് തുറക്കോ. എന്താ കാരണം? പള്ളിയിൽ ബിരിയാണി ഉണ്ട്, വേപ്പോ ഉത്തരം കണ്ടെങ്കിൽ ബിരിയാണി പള്ളി പരിസരത്തിൽ ആക്കണതില്ല കണ്ട്, അപ്പൊ പിന്നെ വേപ്പൂർല. അങ്ങനെ നോമ്പ് തുറക്കാൻ മാത്രം പോയാൽ പോരാ, നോമ്പ് തുറപ്പിക്കാനും പോകണം. അല്ലാഹു ഭാഗ്യം തരും. ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവും,
എല്ലാ നോമ്പിനും തുറക്കാൻ പോകും, നോമ്പ് തുറക്കാൻ പോകും. പക്ഷേ ഒരാളെയും നോമ്പ് തുറപ്പിക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. റമദാനിൽ നോമ്പ് തുറപ്പിക്കണം. ഒരു ദിവസമെങ്കിലും എന്റെ വകയിൽ നോമ്പ് തുറപ്പിക്കലുണ്ടാകണം. അത് ചിലപ്പോ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചിട്ടാണോ, അങ്ങനെ അല്ല വീട്ടിൽ സൗകര്യക്കുറവുണ്ടോ, പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കലുണ്ടാവും. അപ്പൊ ഒരു ദിവസം നന്റെ കണക്കിൽ ഒരു 4 നോമ്പ് തുറപ്പാട്ടെ, നന്റെ മറിച്ച വാപ്പയുടെ പേരിൽ അല്ലെ മറിച്ച ഉമ്മയുടെ, അങ്ങനെ അതാണ് അങ്ങനെ നോമ്പ് തുറപ്പിക്കും. അത് വളരെ പ്രധാനമാണ്. അത് ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ തീരുമാനിക്കണം. എന്താ കാരണമാണ് അവന്റെ പാപം അല്ലാഹു തആല പുറത്തു തരും. നരകത്തിൽ നിന്ന് ഈ നോമ്പ് തുറപ്പിച്ചത് കാരണം അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ. അത് മാത്രമല്ല ജനങ്ങളെ, വകാന ലഹു മിത്ലു അജ്രിഹി, നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലം, നോമ്പ് തുറപ്പിച്ച ആൾക്ക് മറ്റൊരു നോമ്പും കൂടി നോക്കിയതിന്റെ പ്രതിഫലം കിട്ടും. ആ നോമ്പ് തുറപ്പിക്കപ്പെട്ടവന്റെ പ്രതിഫലം ഒരൊട്ടും കുറയാതെ ആ നോമ്പുകാരന്റെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ചവന് കിട്ടൂ. ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുന്ന മഹത്വം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള സ്വഹാബത്തും ഉണ്ട്, സാമ്പത്തിക ശേഷി കുറവുള്ള സ്വഹാബത്തും ഉണ്ട്. അപ്പൊ സാമ്പത്തിക ശേഷി കുറവുള്ള സ്വഹാബത്ത് എണീറ്റ് നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി കൊടുക്കാൻ കഴിവില്ലല്ലോ നബിയേ, ഞങ്ങൾക്ക് എല്ലാവർക്കും പൊരിച്ചതുണ്ടാക്കി കൊടുക്കാൻ കഴിവില്ലല്ലോ നബിയേ, നല്ല ഗംഭീരമായി നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിവില്ലല്ലോ നബിയേ, ഞങ്ങളെ കൂട്ടത്തിലെ പാവങ്ങൾ ഉണ്ടല്ലോ നബിയേ, സാധുക്കൾ ഉണ്ടല്ലോ നബിയേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, പൈസക്കാര് മാത്രം നോമ്പ് തുറപ്പിക്കുക അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട, നിങ്ങൾ ആരും ബേജാറാവണ്ട. ഇതേ കൂലി ബിരിയാണി കൊടുത്തവർക്ക് മാത്രമല്ല, കോഴി പൊരിച്ചു കൊടുത്തവന് മാത്രമല്ല, ഇതേ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. ആർക്ക്? ഒരു ഗ്ലാസ് പാല് കൊണ്ടിട്ട് നോമ്പ് തുറപ്പിച്ചവനും ഇതേ പ്രതിഫലം അല്ലാഹു കൊടുക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഏത് പ്രതിഫലം? 1 പാപം പുറത്തു കിട്ടും, 2 നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും, 3 നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലവും കൂടി കിട്ടും. ഇനി ബിരിയാണി തന്നെ കൊടുക്കണമെന്നില്ല, പിന്നെയോ നാസ്ത തന്നെ കൊടുക്കണമെന്നില്ല, ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ചാലും ശരി നോമ്പ് തുറപ്പിക്കുക. അല്ല പാലെന്നെ വേണമെന്നില്ല, കാരക്ക കൊടുത്താലും മതി. എന്റെ വകയിൽ ഇന്ന് നോമ്പ് തുറപ്പിക്കാൻ കാരക്ക, എല്ലാം കൊടുക്കാൻ കഴിഞ്ഞോന്നില്ല, കാരക്ക എന്റെ വകയിൽ, അൽഹംദുലില്ലാ, അതിനും കിട്ടും ഈ പ്രതിഫലം. ഇനി അതുമില്ല, ഒരാൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വന്നിട്ട് കൊടുത്തു, നന്റെ കണക്കിൽ തണ്ണി, ഏത് തണ്ണി? ജ്യൂസ് അല്ല, പച്ചവെള്ളം. എന്നാലും അയാളെ പിടുത്തത്തിലുള്ള വെള്ളം കൊണ്ട് വന്നിട്ട് കൊടുത്തോ നോമ്പ് തുറപ്പിക്കാൻ, അയാൾക്കും കിട്ടും ഇതേ പ്രതിഫലം. അപ്പൊ പിന്നെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോ ബിരിയാണിയും കൂടി കൊടുക്കുന്നവൻ അപ്പൊ എന്നാ പാലേ കൊടുക്കട്ടെ, ബിരിയാണി കൊടുക്കട്ടെ, രണ്ടാൾക്ക് ഇതേ കൂലി കിട്ടണ്ടേ, ആ കൂലിയുടെ കണക്കിൽ വ്യത്യാസം. ലൈറ്റ് ചൊല്ലുമ്പോ ലൈറ്റ് പവറിൽ വ്യത്യാസമില്ലേ? രണ്ടും ബെൽച്ചമേ, ചില ബെൽച്ച നല്ല പവറിക്കിട്, ചില ബെൽച്ച അത്ര പവറിക്കില്ല, അങ്ങനെ കിട്. അപ്പൊ അതുകൊണ്ട് ബിരിയാണി കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്കുക, നാസ്ത കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്കാനൊക്കെ നിയത്ത് ചെയ്ത ആള് ഇന്നത്തെ വേദം കൂടി കേട്ടിട്ട് അപ്പൊ ഞങ്ങൾ കാലി പാലിലെ ഒതുക്കാം, ചിലവും കുറടിയാവും. പിന്നെ പറ്റലുബ്ധനാണെങ്കിലും പറയും തന്നി കുടിപ്പാട്ടി എങ്ങുമയ്യാവൂലടി, അപ്പൊ അതുകൊണ്ട് എന്താ ഉത്തരപ്പെടെ തന്നി തുറക്കുന്നു, തന്നി പോയിട്ട് കൊടുക്കട്ടെ നോമ്പ് തുറപ്പെട്ടെ, അത് പറ്റില്ല. ഇതൊന്നും കഴിവില്ലാത്തവൻ അങ്ങനെയെങ്കിലും ചെയ്താൽ അവന് കിട്ടും ആ പ്രതിഫലം, ഈ പ്രതിഫലം അവന് കിട്ടും എന്ന് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ നല്ല വയർ നിറച്ചിട്ട് കൊടുത്താലോ, ചില സ്ഥലത്ത് നോമ്പ് തുറക്കാൻ പോയാൽ യന്ത്രല്ല ഇന്തില്ല ഇല്ലാണ്ടില്ല, അങ്ങനെ പറയാം. യന്ത്രല്ല ഇന്തില്ല. സാമാന്യമായിട്ട് മാപ്പിളമാർ നോമ്പ് തുറക്ക പോയെങ്കിൽ വാപ്പാസ് ഔത്തു വന്നെങ്കിൽ പെഞ്ഞമാർ കേൾക്കട്ടെന്തുണ്ട് യന്ത്രല്ല ഇന്തിന്റെ നോമ്പ് തുറക്കുകൊണ്ട് എന്താ കാരണം അയിമാക്കിയതിനെ കാണ്ടി ഗഡ് അവിടെ ഉണ്ടാ, അല്ല അവിടെ ഇന്നതിനെ കാണ്ടി ഗഡ് ഇവിടെ ഉണ്ടാ. അപ്പൊ അയാൾ ചൊല്ലത് മീത്തുത്തിൽ ലെവൽ കൊറടി ആയി പോയെങ്കിൽ നിങ്ങൾ കൂടെ മെത്തി തുറന്നിടാൻ തല്ലേ, പിന്നെ അവിടെ പോയേ അങ്ങനെ. അതുകൊണ്ട് ചില സ്ഥലത്ത് പോയാൽ നല്ല ഗംഭീരമായ നോമ്പ് തുറക്കലുണ്ടാവും, നല്ല ഉഷാരൻ ഉഗ്രം നോമ്പ് തുറക്കും, അത് വേണം. അങ്ങനെ തുറപ്പിച്ചാലോ അല്ല ഉസ്താദെ നിങ്ങമേലെ ചൊല്ലിന്റെ കണക്കിനാണ്ടി ആരെ തിന്നോ തീറാണ്ട് അത് വേറെ വിഷയം. ഞങ്ങൾ ആക്കിടത് ചന്തത്തിലാക്കണം, എല്ലാവരും തെൽ തിന്നിട്ട് ആക്കിടത് ചെമ്മ ഐറ്റംസും ഒരാൾക്ക് 5, 10 അങ്ങനെ ആക്കണ്ട, ഒരാൾക്ക് 1 കിട്ടുന്ന രൂപത്തിലുണ്ടായി ആക്കിടതെല്ലാം ആക്കണം. എങ്കിൽ
അങ്ങനെ വയറ് നിറയെ നോമ്പ് തുറപ്പിച്ചാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് സഖാഉല്ലാഹു മിൻ ഹൗദി, എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹു തആല അവനെ കുടിപ്പിക്കും കേട്ടോ. ആ എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ കുടിച്ചാൽ ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ അവന് ദാഹമുണ്ടാകൂല. ഇത് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയാണ്, മൻ ഫത്തറ സ്വായിമൻ ഫീ ശഹരി റമളാന മിൻ കസ്ബിൻ ഹലാൽ, ഹലാലായ സമ്പാദ്യം കൊണ്ട് നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ, നിങ്ങൾ ഹറാമിന്റെ പൈസ കൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ പോകണ്ട. സമ്പാദ്യം ഹലാലാകണം. ഹറാം സമ്പാദിച്ചിട്ട് ഒരാളെയും നോമ്പ് തുറപ്പിക്കാൻ പോകണ്ട. ആരാരെയും മനസ്സ് വേദനിപ്പിച്ച്, ആരാന്റെ പൈസ ആക്രമിച്ചെടുത്ത് കട്ടെടുത്ത് തട്ടിപ്പുണ്ടാക്കിയിട്ട് പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ബിസിനസിനാണെന്നും പറഞ്ഞിട്ട് മുങ്ങിപ്പോകുന്ന ആളുകളില്ലേ. എന്നിട്ടോ വീട്ടിൽ ഗംഭീരമായ നോമ്പ് തുറയാണ്. തങ്ങന്മാരെ വിളിക്കുന്നു, അലിമീങ്ങളെ വിളിക്കുന്നു, മുത്തലിമീങ്ങളെ വിളിക്കുന്നു, സാധാരണ ജനങ്ങളെയും വിളിക്കുന്നു. അങ്ങനെ വിളിച്ചിട്ടൊരു നോമ്പ് തുറപ്പിക്കൽ പോകണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് തന്നെ, ഹലാലായ സമ്പത്തുണ്ടോ ജനങ്ങള്, ആ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നോമ്പ് തുറപ്പിച്ചാൽ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു ലയാലിയ റമളാൻ, റമളാനിലെ എല്ലാ രാത്രികളിലും ആ മനുഷ്യന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. റമളാനിലെ എല്ലാ രാത്രികളിലും ആ മനുഷ്യന് വേണ്ടി അതേ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, വസ്വാഫഹു ജിബ്രീലു അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രിന്റെ രാവുണ്ടല്ലോ, ആ രാവ് ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ലെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം അന്നത്തെ രാവിൽ അതേ റമളാനിൽ നോമ്പ് തുറപ്പിച്ച മനുഷ്യന് അതാ കൈ മുസാഫഹത്ത് ചെയ്യുന്നു. അങ്ങനെ റമളാനിൽ ലൈലത്തുൽ ഖദ്രിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൈ മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ നോമ്പ് തുറപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ എത്ര ആളുകളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്? ആഗ്രഹമില്ലേ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം? അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിനെന്ത് ചെയ്യണം? റമളാനിൽ ഒരു നോമ്പ് തുറപ്പിക്കൽ നമ്മളെ വകയിൽ വേണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇപ്രാവശ്യം ഞങ്ങളെ മുത്താലിമീങ്ങൾ റമളാനിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആർക്കെങ്കിലും മുത്താലിമീങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നിങ്ങൾക്ക് ചാൻസ് തരും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് ലഭിക്കും. മുത്താലിമീങ്ങൾക്ക് മാത്രമല്ല, അങ്ങനെ മുത്താലിമീങ്ങൾക്ക് മാത്രമല്ല, പിന്നെ ആരെ നോമ്പ് തുറപ്പിച്ചാലും ഹലാലായ സമ്പത്താകണം. ആരാനെയും ആക്രമിച്ചിട്ടും ലൂട്ടിട്ടും അങ്ങനെ ആകാൻ പറ്റില്ല. പറ്റിച്ചിട്ടുള്ള പൈസ അല്ല, ഹലാലായ സമ്പാദ്യമാണോ എന്ന് നോമ്പ് തുറപ്പിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദ്രിന്റെ രാവിൽ മുസാഫഹത്ത് ചെയ്യും. അല്ല ഉസ്താദ്, അതിപ്പോ നമുക്ക് ഗൊന്താവിടെ എങ്ങനെ ഉസ്താദ്? ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹത്ത് ആക്കി നിങ്ങൾ കടിച്ച് കൈ പിടിച്ച് മുസാഫഹത്ത് ആക്കി ഗൊന്താവിടെ നിങ്ങൾ ആക്കിറാറ് തങ്ങാക്കി എങ്ങൊന്താവിടെ തങ്ങാക്കി അങ്ങനല്ലേ? റജബാക്ക മുസാഫഹത്ത് ആക്കി എങ്ങൊന്താവിടെ റജബാക്ക ആക്കിത്ത്. അപ്പൊ അതേ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ഗൊന്താവിടെ ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ച് മുസാഫഹത്ത് ആക്കിയിട്ടുണ്ട്. അവിടെ തന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ടെന്നതിനൊരു അടയാളമുണ്ട് ജനങ്ങളെ. ലൈലത്തുൽ ഖദ്രിൽ നിങ്ങൾ റമളാനിൽ നോമ്പ് തുറപ്പിച്ചതുകൊണ്ട് ലൈലത്തുൽ ഖദ്രിൽ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളെ മുസാഫഹത്ത് ചെയ്തതിനുള്ള ഒരു അടയാളമുണ്ട്. അതെന്താണ് അടയാളം? യരിഖു ഖൽബുഹു, അവന്റെ ഖൽബ് നല്ല സോഫ്റ്റ് ആയി പോകൂ. റമളാൻ കഴിഞ്ഞാൽ അവന്റെ ഖൽബ് നല്ല ലോലമായി പോകൂ. കട്ടിയുള്ള മനസ്സ് മാറിപ്പോകൂ. ഖൽബ് നല്ല ലോലമാകൂ. ഒരാളോടും അവനൊരു പകയുണ്ടാകൂല, ഒരാളോടും അവനൊരു വൈരാഗ്യമുണ്ടാകൂല, ഒരാളോടും അവനൊരു വിദ്വേഷമുണ്ടാകൂല, ഒരാളോടും അവനൊരു നഞ്ചുകാറലുണ്ടാകൂല, ഒരരിശമുണ്ടാകൂല. ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹത്ത് ചെയ്തതിന്റെ അടയാളമാണ് ഖൽബ് ലോലമായി പോയി. അത് മാത്രമല്ല, അവന്റെ കണ്ണുനീര് അധികരിച്ചു പോയി. പിന്നെ ഏത് സമയത്തും സ്വർഗത്തെ ഓർത്ത് കരയുന്നു, മരണത്തെ ചിന്തിച്ച് കരയുന്നു. അതേ ഖബറിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതുണ്ടെന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് കരയുന്നു. എന്റെ റമളാൻ ഞാൻ കുറെ നോമ്പ് നോറ്റു, ശരിയാണ്. തറാവീഹ് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു, ശരിയാണ്. കുറെ ഖുർആൻ അധികരിപ്പിച്ചു, ശരിയാണ്. കുറെ സ്വതക്ക അധികരിപ്പിച്ചു, ശരിയാണ്. അതെല്ലാം എന്റെ റബ്ബ് എന്നിൽ നിന്ന് ഖബൂൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് കണ്ണുനീര് അധികരിക്കുന്നു. ഇല്ല, കണ്ണുനീര് തീരെ വരണില്ല, കരച്ചില് തീരെയില്ല.
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫത്ത് കിട്ടിയെന്നതിന്റെ അടയാളമാണ് കരച്ചിൽ വരും. ആഖിറമോർത്ത് കരച്ചിൽ വരും. അവന്റെ ഇബാദത്ത് കുറഞ്ഞു പോയി എന്ന് ആലോചിച്ചിട്ട് കരച്ചിൽ വരും. മുൻഗാമികളായ അഇമ്മത്ത്, സലഫ് സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ അവരൊക്കെ എത്രയാണ് ഖുർആൻ ഖത്ം ഓതി തീർത്തത്. ആ എണ്ണം അതിങ്ങനെ ഓർത്തുകൊണ്ട് അവനിങ്ങനെ കരയും. എന്തേ കാരണം? മഹാന്മാരായ മുൻഗാമികൾ എത്രയാണ് ഖുർആൻ ഖത്ം ഓതിയത്. അവർക്ക് ഓതാൻ സാധിച്ചത്രയും എനിക്ക് സാധിച്ചില്ലല്ലോ. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉപ്പാപ്പൻ അല്ലാഹു മർഖദ മഹാനവരികൾ പരിശുദ്ധ റമളാൻ വഫാത്തിന്റെ മുന്നേയുള്ള റമളാനിൽ 20 ചില്ലാനും ഏകദേശം 30നോട് അടുത്തിട്ടുള്ള ഖത്മുകൾ തീർത്ത കാര്യം ഇവിടെ പറഞ്ഞില്ലേ? നിങ്ങളത് വായിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ 10 ഖത്മ മാത്രം റമളാനിൽ ഓതിയ ഞാൻ അങ്ങ് കരയണം. 5 ഖത്മുകൾ മാത്രം ഓതിയ ഞാൻ അങ്ങ് കരയണം. ഒരു ഖത്മ ഓതിയവനോ കരഞ്ഞുകൊണ്ടേയിരിക്കണം. തീരെ ഓതാത്തവൻ അവന് ചിരിക്കാനുള്ള മനസ്സ് വരരുത്. എന്തേ കാരണം? റമളാനിൽ ഒരു ഖത്മ പോലും ഓതാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അവനിങ്ങനെ ആലോചിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫത്ത് കിട്ടിയിട്ടുണ്ടെന്നതിന്റെ അടയാളമാണ് കണ്ണുനീരിങ്ങനെ അധികരിക്കും. അപ്പൊ ആലോചിക്കണം, മുൻഗാമികൾ റമളാനിൽ എത്രയാണ് ഖത്ം തീർത്തത്. അസ്വദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 2 രാത്രിയിൽ ഒരിക്കൽ ഒരു ഖത്ം തീർക്കും. അപ്പൊ റമളാൻ ഒരു മാസം 15 ഖത്മ മഹാനവറുകൾ തീർക്കും. ഇമാം നഖഈ റളിയല്ലാഹു അൻഹു അവസാനത്തെ 10-ൽ മഹാനവറുകൾ അത് പ്രത്യേകം അങ്ങനെ ചെയ്യും. 2 ദിവസത്തിൽ ഒരിക്കൽ ഒരു ഖത്ം അവസാനത്തെ 10-ൽ അങ്ങനെയാണ്. അതേ സമയത്ത് റമളാനിലെ ആദ്യത്തെ 10-ലും രണ്ടാമത്തെ 10-ലും എല്ലാ 3 ദിവസത്തിൽ ഒരിക്കൽ മഹാനവറുകൾ ഒരു ഖത്ം തീർക്കും. ഖതാദ റളിയല്ലാഹു അൻഹു 7 ദിവസത്തിൽ ഒരിക്കൽ എന്നും ഒരു ഖത്ം തീർക്കും. റമളാനിൽ 3 ദിവസത്തിൽ ഒരിക്കൽ തീർക്കും. അവസാനത്തെ 10-ൽ ഓരോ ദിവസവും ഓരോ രാത്രിയിലും ഖത്ം തീർക്കും. രാത്രി ഉറങ്ങാൻ നേരമില്ല. എന്താ കാരണം? അവർ പള്ളിയിൽ വന്ന് ഇത്തികാഫ് ഇരിക്കുകയാണ്. ഇത്തികാഫ് ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു, ഞങ്ങളുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റമളാനിൽ 60 ഖത്ം തീർക്കും. നിസ്കാരമല്ലാത്ത സമയത്ത് റമളാനിൽ 60 ഖത്ം തീർക്കും. റമളാൻ അല്ലാത്ത സമയത്ത് 30 ഖത്ം തീർക്കും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതുപോലെ തന്നെയാണ്. മഹാനവറുകളും റമളാനിൽ 60 ഖത്ം തീർക്കും. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ടാണ് നമ്മൾ കഴിവിന്റെ പരമാവധി പരിശുദ്ധ ഖുർആൻ ഖത്മുകൾ അധികരിപ്പിക്കുന്നവരാകണം. അതിന് ഞാൻ ഒരു ചെറിയ രൂപം പറഞ്ഞു തരാം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ രൂപം, അതെന്താണ്? എങ്ങനെയാണ് റമളാനിൽ ഖുർആൻ ഓതി തീർക്കേണ്ടത്? എങ്ങനെയാണ് റമളാനിൽ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കേണ്ടത്? റമളാനിൽ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? റമളാൻ അല്ലാത്ത സമയത്ത് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ഉമ്മമാരെ, നിങ്ങൾ ഏതായാലും ഖുർആൻ ഓതറാർ, ആണിങ്ങും ഖുർആൻ ഓതറാർ. നല്ല ടൈം എപ്പാ ഖുർആൻ ഓതുക? ഏറ്റവും നല്ല ടൈം എപ്പാ? ആ ടൈമിൽ റമളാനിൽ ഖുർആൻ ഓതുക ടൈം കാണും. എല്ലാ ടൈമിലും ഖുർആൻ ഓതുക. അങ്ങനെ ഈ ടൈമിൽ അങ്ങനെ എന്തില്ല. അതേ സമയത്ത് നോമ്പിലും മാത്രമല്ല ബാക്കി ടൈമിലും ഖുർആൻ ഓതുക പ്രത്യേകമായ ഒരു ടൈമുണ്ട്. ആ ടൈമിലായിട്ട് മുഅ്മിനീങ്ങൾ ആരെ ഖുർആൻ ഓതുക ടൈം കാണുന്നായത്. ജാവുലും ഉണ്ട് ടൈമു, പോലും ഉണ്ട് ടൈമു. അതെപ്പാ ഫത്ഹുൽ മുഈനിൽ കണ്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പോൽമാണാട്ടായെങ്കിൽ നിങ്ങൾ പോൽമാണ് ഖുർആൻ ഓതുറോട്ടായെങ്കിൽ ഏറ്റവും നല്ല ഖുർആൻ ഓതുന്നത് ബഅദ സുബ്ഹി അഫ്ളലുൽ ഔഖാതി ലിൽ ഖിറാഅത്തി മിനൻ നഹാർ. പോൽമാണ് ഖുർആൻ ഓതുറോട്ടായി റമളാനിൽ പോൽമാണ് ഖുർആൻ ഓതുറോട്ടായി. റമളാൻ മാത്രമല്ല ഏത് ടൈമിലും പോൽമാണ് ഖുർആൻ ഓതുറമാ നല്ല ടൈം ബഅദ സുബ്ഹി. സുബ്ഹി നിസ്കാര കഴിഞ്ഞ പിന്നെ ഒരു ദൈപ്പ് ദൈക്കണം, അങ്ങനെ ദൈക്കണം ഖുർആൻ ഓതും. ബാക്കിയല്ല പിന്നെ. ഇനി അതല്ല ഒമിനൽ ലൈലി, ജാവ് ഖുർആൻ ഓതുറോട്ടായെങ്കിൽ ജാവുൽ 2 ടൈം ഉണ്ട്. ഖുർആൻ ഓതുക ഏറ്റവും ഉത്തമമായ ടൈമു ജാവുക 2 ടൈം. അതിൽ ഒന്ന് അത്താഴത്തെ ടൈം. അപ്പൊ അത്താഴത്തെ വേഗം എണിക്കണു ഉമ്മമാരെ. ഒരു അരഗണ്ട 3/4 ഗಂಟೆ ഗ്യാപ്പല്ല. ജാവത്തിൽ വേഗം ഉറങ്ങിങ്ങുമില്ലേ? തറാവിയല്ല കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങും. എന്നിട്ട് അത്താഴത്തെ വേഗം എണിക്കണം. പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അത്താഴത്തേക്ക് വേഗം എണിക്കണം. എന്തിക്ക്? അത്താഴത്തേക്കുള്ള ബസ്തെല്ലാം ആക്കണല്ലേ എന്നിട്ട്. അത് മാത്രമേ ആവാലേ. പിന്നെമാ ആ അത്താഴത്തെ വേഗം എണിച്ചിട്ട് അത്താഴത്തേക്കുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം ഉണ്ടുപിടിച്ചിട്ട് ഇനിയും കുറേ ടൈമും അല്ലെങ്കിൽ ഉണ്ണിടത്ര 3 അത്താല തിന്നുന്നതും ബാങ്ക് കൊടുക്കുന്നതും 50 ആയത്ത് ഓതിരതിന്റെ ടൈം ഇക്കണോ അങ്ങനെ അത്രത്തോളം ഡിലേ ആക്കണോ അത്താല ഉണ്ണത്. അപ്പൊ അത്താഴത്ത് എണിച്ചിട്ട് വേഗം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അത്താഴത്തേക്കുള്ള ബസ്തെല്ലാം റെഡിയാക്കിയിട്ട് അത്താല ഉണ്ണിടത്ര 3 തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതും.
പിന്നെ ഈ ചൊന്ന ടൈം എത്തുമ്പോ അത്താലവും ഏത് ടൈമു ബാങ്ക് കൊടുക്കുന്ന ടൈം മുട്ട പറയുമ്പോ ഒരു 50 ആയത്ര ഓതര കതറ് ചെമ്മേപ്പറ പോയി രണ്ട അപ്പൊ പിന്നെ ബാങ്ക് കേൾക്കൂ പിന്നെ അത്താല ബാങ്ക് ഇല്ലാണ്ടായിപ്പോ പിന്നെ നോമ്പില്ലാണ്ടായി അപ്പൊ അത്താലത്ത് എണിച്ചിട്ട് യാറ ഖുർആൻ ഓതുന്നു ജാവു ടൈമുള്ളൂ യാറ ഖുർആൻ ഓതുള്ള മഹത്വമുള്ള ടൈമു അത്താലത്തെ ടൈം ഒന്നത് രണ്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ജന്തു ഫബൈനൽ ഇശാഇനി അത്താല ടൈം കഴിഞ്ഞെങ്കിൽ അതാ രണ്ട് മഗ്രിബിയുടെ ഇശായുടെ നടുവിലുള്ള ടൈം ഞങ്ങൾ തീരെ ഓതാത്ത ടൈം അത് എന്താ കാരണം അപ്പൊ ഗൗജിയുടെ ടൈം എന്തിനാ ഗൗജിയുടെ ടൈം ഒന്ന് നോമ്പ് തുറന്നിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് പാടത്ത് ഓടിയോടിയും പോണ്ടോ എന്തേ കണ്ണ ചായ കുടിക്കൂ പിന്നെ ഒന്ന് പാടത്തെ സമൂസ തിന്നോക്കൂ അല്ല അങ്ങനെ ഉണ്ടല്ലേ ബേബേക്ക് ജമാഅത്തിൽ വന്നിട്ട് പോയിട്ട് പിന്നെ തിണ്ടത് വേറെ കാലി വെച്ചതല്ലേ അത് തിണ്ടത് പിന്നെ പാടെ പോകണം ഓടണം കക്കുസു ഓടിയിട്ട് കുളിച്ച് പിടിച്ചിട്ട് പിന്നെ അത്ര നേരത്തിന് മേക്കത്തിൽ ഹദ്ദാദ സൗണ്ട് കേട്ടിട്ട് പള്ളിക്ക് പറഞ്ഞു അപ്പൊ മഗ്രിബ് ഇശാ ഖുർആൻ ഓതുക എവിടെ ടൈമും ആ എങ്കും തെല്ല് വേഗം പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ ഹദ്ദാദ സൗണ്ട് കേൾക്കുമ്പോൾ ചൊല്ലുന്നുണ്ട് ഇപ്പൊ ഹദ്ദാദ് ആയിട്ടുള്ളൂ ഹദ്ദാദ് എത്തുന്നില്ല അങ്ങനെ ഹദ്ദാദ് ആയിട്ടുള്ള തരാൻ ആവത്തിൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ ചൊല്ലുവാർ മാപ്പിളമാരുടെ അതെ നിങ്ങൾ എന്ത് ചെയ്ത കടി ഹദ്ദാദ് ആയിട്ടുള്ള തരാൻ ഹദ്ദാദ് എത്തുന്നില്ല ഇശാ നിസ്കരിക്കുക വെച്ചാൽ മെയ്യുണ്ട് അങ്ങനല്ല ഹദ്ദാദ് എത്തണം ഹദ്ദാദ് അല്ലാണ്ട് ചെന്നുണ്ട് അത്ര മുന്നേ എത്തണം തെല്ല് മുന്നോലെ എത്തിട്ട് മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയം ഖുർആൻ ഓതാൻ രാത്രി സമയം ഏറ്റവും മഹത്വമുള്ള സമയമാണ് ആ സമയം മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ പരിശുദ്ധ ഖുർആൻ ഓദിക്കോ സുഹൃത്തുക്കളെ അതുകൊണ്ട് ആ രൂപത്തിൽ വേണം പരിശുദ്ധ റമദാനിലെ സൽക്കർമ്മങ്ങൾ ഖുർആനോ അധികരിപ്പിക്കേണ്ടുന്ന രൂപം അത് ആ രൂപത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി റമദാനിലെ ഏറ്റവും ചുരുങ്ങിയത് അബുൽ ലൈഥ് സമർഖന്ദി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുന്നത് കാണാം ഖുർആൻ ഓതുന്നവർ ശ്രദ്ധിക്കണം അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു മുഅ്മിനീങ്ങളെ കരയണം കണ്ണ് നനയണോ ഓ ഉമ്മമാരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പരിശുദ്ധ റമദാനിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഖുർആൻ ഓതിയ രൂപഭാവം എങ്ങനെയാണ് ഉമ്മമാർക്ക് വേണ്ടി ഞാൻ ഒരു മസ്അല പറഞ്ഞു തരികയാണ് ഉമ്മമാർക്ക് ചിലപ്പോൾ റമദാനിൽ ശുദ്ധിയില്ലാതെയായാൽ ഹൈദുണ്ടായാൽ അവർക്ക് റമദാനിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാലോ ആ നോമ്പ് നോൽക്കാത്ത നോമ്പ് പിന്നീട് അതാ ഖളാ വീട്ടേണ്ടതാണ് അതേ സമയത്ത് ഒരു ഉമ്മയുടെ സംശയോ എന്താണ് ഒരു ഉമ്മയുടെ സംശയോ ഒരു സ്ത്രീക്കഥാ പകൽ ഉച്ചവരെ ഹൈദുണ്ടായി ഉച്ചക്കഥാ ശുദ്ധിയായി അപ്പൊ ഉച്ചക്ക പെണ്ണുങ്ങ ശുദ്ധിയായി എന്നാൽ ഇനി മഗ്രിബ് വരെ സമയമുണ്ടല്ലോ ആ സമയം വരെ എങ്ങനെ വേണം നോമ്പുള്ളവളെ പോലെ വേണോ വേണ്ടേ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം മസ്അല പറയുകയാണ് മുതല്ലിമീങ്ങൾക്കറിയാം ഫത്ഹുൽ മുഈനിൽ വരെ പറഞ്ഞിട്ടില്ലേ ഹൈദുള്ള ഒരു സ്ത്രീ റമദാനിന്റെ പകൽ സമയത്ത് ശുദ്ധിയായാൽ പിന്നീട് മഗ്രിബ് വരെയുള്ള സമയം ഇംസാക്ക് സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നോമ്പുകാരനെ പോലെ ഒന്നും തിന്നാതെ കുടിക്കാതെ അതാ നോമ്പ് തുറക്കണ സമയം വരെ അതിനെ പിടിച്ചു നിർത്തൽ സുന്നത്താണ് അങ്ങനെ ഒരു സുന്നത്തായ കാര്യം ഞാൻ എന്റെ വാല് കേൾക്കാൻ വേണ്ടി വന്ന ഉമ്മമാരോടും സഹോദരിമാരോടും പ്രത്യേകം ഒരു മസ്അല സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ മസ്അല പറയാൻ ഉദ്ദേശിച്ചിരുന്നു ഇപ്പൊ അതിന് സമയമില്ല ഇൻഷാ അല്ലാഹ് റമദാനിന്റെ മുമ്പായി കുറെ വാലുകൾ ഇനിയും ഏറ്റതുണ്ട് അവിടെ ഞാനത് പറയുമ്പോ നിങ്ങളൊക്കെ ലൈവിലൂടെ കേട്ട് റമദാനിന്റെ മസ്അലകൾ പഠിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു മുഅ്മിനീങ്ങളെ ഇവിടുന്ന് കരഞ്ഞിട്ട് പോണോ ബഹുമാനപ്പെട്ട നൂറ് സാദാത്ത് തങ്ങളും പാപ്പാന്റെ സംസാരം കഴിഞ്ഞ് ആ നല്ല ഭക്തി നിർഭരമായ പ്രാർത്ഥന കഴിഞ്ഞ് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഖൽബിൽ ഒരു മാറ്റം ഉണ്ടാകണോ ഇതാള് കൂട്ടൽ പരിപാടിയല്ല ജഗപുകയാക്കൽ പരിപാടിയല്ല പേരിനുള്ള പ്രോഗ്രാമല്ല പെരുമക്കുള്ളതല്ല പ്രശസ്തിക്കുള്ളതല്ല വലിയ ആളാകാനുള്ളതല്ലോ ഖൽബിൽ ഒരു മാറ്റം വരുത്താനാണ് ആ ഖൽബൊന്ന് മാറണോ കണ്ണൊന്ന് നനയണോ കരയുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് കരയുന്ന രാപ്പകലുകളാണ് ഇനിയുള്ളത് അതുകൊണ്ട് നന്നായി കരയണേ കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ഇറ്റണേ മുൻഗാമികളായ മഹാന്മാര് മുഴുവനോ കരഞ്ഞു പോയില്ലേ
മരക്കപ്പുറത്തിരുന്ന് ബാധ കേൾക്കുന്ന ഉമ്മമാര്, ഓ എന്റെ ഈമാനുള്ള സഹോദരിമാര്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റമളാൻ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അതാ റമളാനിലെ പകലിൽ സുബ്ഹി കഴിഞ്ഞ ഉടനെ ഖുർആൻ ഓതുന്നു. ഏതുവരെയാണ്? ഫൈദാ ത്വലഅത്തി ശംസൂന അമദ്, സൂര്യൻ ഉദിക്കുന്നത് വരെ ആയിഷ ബീവി ഉറങ്ങാറില്ല. അത്താഴത്തിന് നേരത്തെ ഉണരുന്ന ഉമ്മമാരെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വേഗം പോയി ഉറങ്ങല്ലേ ഉമ്മമാര്, വേഗം പോയി ഉറങ്ങല്ലേ സഹോദരിമാര്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉറങ്ങാത്ത നേരമാണത്, ഉറങ്ങാത്ത സമയമാണത്. സുബ്ഹി കഴിഞ്ഞ ഉടനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുകയാണ്. എന്നാലോ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരൽപ്പം ഉറങ്ങുകയാണ്. ഇതുപോലെയാകണം എന്റെ ഉമ്മമാരുടെ റമളാൻ, ഇതുപോലെയാകണം എന്റെ സഹോദരിമാരുടെ റമളാൻ. അത് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഞാൻ എന്റെ ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചില്ലേ? റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച മാസമാണ് കേട്ടോ. അതുകൊണ്ട് റമളാൻ എന്നോടും നിങ്ങളോടും വിട പറയുമ്പോ ഒരൊറ്റ ദുആ, പടച്ച റബ്ബേ ഈ റമളാൻ നീ എന്നിൽ നിന്നൊന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഈ റമളാന് കിട്ടാത്ത എത്ര ആളുകളാണ് നമുക്കിടയിൽ ഉള്ളത്? കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായ എത്ര പേരാണ് ഈ റമളാന് വരുമ്പോ ആറടി മണ്ണിൻ ചുവട്ടിൽ പോയി കിടന്നില്ലേ? പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും ഇതുവരെ എത്തിച്ചില്ലേ? അതുകൊണ്ട് ഒരുങ്ങിക്കോ, ഇനി കരയാനുള്ള സമയമാണ്, കണ്ണുനീരിറ്റിക്കാനുള്ള സമയമാണ്. ഔൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു കരഞ്ഞതുപോലെ കരയണേ. മഹാനവരുകൾ അബൂ ഹാസിം തങ്ങളെ സദസ്സിൽ പോകൂ, അവിടുന്ന് ഇതാ വാദ കേൾക്കൂ. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വാലിങ്ങനെ പറയുമ്പോ, ദിക്റിങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ, അതേ ദുആ ചെയ്യുമ്പോ കരയാൻ തുടങ്ങി. ഇവിടുന്നും ഈ സദസ്സ് നനയണോ? നമ്മുടെ കവിൾ തടങ്ങൾ നനയണോ? ഉമ്മമാരെ, നിങ്ങളെ ബുർക്ക ചണ്ടിയാവണോ? നിങ്ങളെ ധരിച്ച പർദ്ദകൾ നനയണോ? വിയർത്തിട്ടല്ല, ചൂടെടുത്തിട്ട് വിയർത്തിട്ടല്ല ഉമ്മമാരെ. കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ, ആ ഓരോ വാക്ക് കേൾക്കുമ്പോ കരഞ്ഞിട്ട് പർദ്ദയങ്ങ് നനയണോ? ഇരുന്ന സ്ഥലങ്ങൾ നനയണോ? ഓ ഈമാനുള്ള ജനങ്ങള്, കവിൾ തടത്തിലൂടെ കണ്ണുനീരിറ്റി വന്ന് അതാ പാടുകൾ വീഴണോ? അബൂ ഹാസിം തങ്ങളെ സദസ്സില് ഔൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കണ്ണുനീര് ധാരധാരയാടിയിട്ടുന്നു, കവിൾ തടങ്ങൾ നനയുന്നു. അബൂ ഹാസിം തങ്ങൾ എന്താ ചെയ്യണത്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി. എന്താണ് മഹാനവരുകൾ ഔൻ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഇങ്ങനെ കരയുകയാണല്ലോ, ഏങ്കർത്തിട്ട് പുൽപ്പിട്ടോണ്ടുണ്ടല്ലേ. ഔൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഏങ്കർത്തിട്ട് പുൽപ്പിട്ടത് കാണുമ്പോ എല്ലാവർക്കും ഭാര്യ അതിശയായി പോയത്, എല്ലാവർക്കും ഭാര്യ ആശ്ചര്യായി പോയത്, എല്ലാവർക്കും ഭാര്യ സർപ്രൈസ് ആയി പോയത്. പിന്നെ നോക്കുമ്പോ ഔൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ആ കണ്ണിലൂടെ ഇറ്റി വരുന്ന കണ്ണുനീരുണ്ടല്ലോ, മഹാനവരുകൾ കയ്യങ്ങെടുക്കുന്നു. ആ കൈ കൊണ്ട് കണ്ണുനീരങ്ങ് തുടക്കുന്നു. അത് മുഖം ഫുള്ളായി പുരട്ടി കൊടുക്കുന്നു. അതാ ഇറ്റുന്ന കണ്ണുനീരങ്ങ് കൈകൊണ്ട് തടകിയിട്ട് മുഖമങ്ങ് പുരട്ടിയപ്പോൾ കണ്ട കാണികൾക്ക് മുഴുവനും അത്ഭുതം തോന്നിപ്പോയി. അവരെല്ലാം ചോദിച്ചു, എന്തിനാണ് ഔൻ ഇബ്നു അബ്ദില്ലാഹി തങ്ങള് കണ്ണുനീര് കൈകൊണ്ട് തടകിയിട്ട് മുഖം പുരട്ടിയത് എന്തിനാണ്? ഉടനെ ഔൻ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ പഠിച്ച ഇൽമിലുണ്ട് ജനങ്ങൾ,
ജനങ്ങള്, ഞാൻ പഠിച്ച അറിവിലുണ്ട് നാട്ടുകാര്, ഞാൻ സ്വായത്തമാക്കിയ ഇൽമിലുണ്ട് കൂട്ടുകാര്. കണ്ണുനീരിറ്റുമ്പോൾ ആ കണ്ണുനീരിനെ കൈകൊണ്ട് തുടച്ചിട്ട് മുഖം പുരട്ടിക്കൊടുത്താൽ, ശരീരം പുരട്ടിക്കൊടുത്താൽ ആ കണ്ണുനീരെത്തിയ സ്ഥലം നരകത്തിലെത്തൂല. അത് നരകത്തിന്മേലും നിഷിദ്ധമാ. തങ്ങളെ കണ്ണ് അതുപോലത്തൊരു കണ്ണ് എനിക്കും നിങ്ങൾക്കുമില്ലേ? ആ കണ്ണിലൂടെയും കണ്ണുനീര് ഒളിപ്പിച്ചുകൂടെ, ഇറ്റിച്ചുകൂടെ? എന്നിട്ട് അതങ്ങ് കൈകൊണ്ടൊന്ന് തുടച്ചു മാറ്റിയിട്ട് ഒന്ന് മുഖം പുരട്ടിക്കൂടെ? എന്നിട്ട് ഈ മുഖം നരകത്തിന്മേൽ ഒന്ന് ഹറാമാക്കിക്കൂടെ, ഒന്ന് നിഷിദ്ധമാക്കിക്കൂടെ? ഇത് സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ മുതഅല്ലിമുകളുണ്ട്, സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, വലിയ വലിയ ഉമറാക്കളുണ്ട്, നേതാക്കളുണ്ട്. സ്റ്റേജിൽ ഇരിക്കേണ്ടുന്ന പലരും സദസ്സിലുണ്ട്, ഞാനത് കാണുന്നുണ്ട്. റബ്ബേ, ഇതിന് പകരം അവർക്കെല്ലാം സ്വർഗത്തിൽ സീറ്റ് നൽകണേ അല്ലാഹ്, സ്വർഗത്തിൽ മുന്നിൽ ഇരിപ്പിടം നൽകണേ അല്ലാഹ്. റബ്ബേ, വിളിച്ചാൽ കേൾക്കാത്ത വിദൂരത്ത് നിന്ന് വന്നവരുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, പുത്തൂരിൽ നിന്നും സുള്ളിയിൽ നിന്നും വന്നവരുണ്ട്. എന്തിനേരെ പറയണോ, ചിക്കമകളൂർ ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, കർണാടകയിലെ കൊടക് ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്. അതല്ല, സാധുവായ ഞാനങ്ങ് വിളിച്ചപ്പോ നിന്റെ ദീനിനെ സ്നേഹിച്ച് വന്നവരാണ്. അതിൽ ചെറിയവരുണ്ട്, വലിയവരുണ്ട്, യുവാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്, നേതാക്കളുണ്ട്, അനുയാണികളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. എല്ലാവരെയും നീ ഏറ്റെടുത്ത് പരിശുദ്ധ റമളാൻ നല്ലതുപോലെ അതിന്റെ ഹക്ക് പോലെ ബഹുമാനിച്ച് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി സന്തോഷത്തോടെ പറഞ്ഞയച്ച് റമളാന് ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്.